എൻ വാസുവിന്റെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. ശബരിമല ദേവസ്വം കമ്മീഷണറായിരുന്ന മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായിരുന്ന എൻ വാസുവാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണനും നമ്മളോടൊപ്പം തുടരുകയാണ്. അനന്തൻ, അന്വേഷണത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ സുപ്രധാനമായ അറസ്റ്റ്. തീർച്ചയായിട്ടും മാധു, 6/10/2025 ഈ SITയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് കോടതി പുറത്തിറക്കിയ ഒരു ഉത്തരവുണ്ട്. ആ ഉത്തരവിൽ ഈ ശബരിമല സ്ത്രീകോവിലുമായി ബന്ധപ്പെട്ട് 1998 വിജയ് മല്യയുടെ കമ്പനി സ്വർണം പൊതിഞ്ഞിരുന്നു എന്ന് തെളിയിക്കുന്ന രേഖകൾ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കോടതി പുറത്തുവിട്ട ഒരു ഉത്തരവാണ്. ആ ഉത്തരവിൽ കൃത്യമായി എൻ വാസുവിൻ്റെ നടപടികളിൽ കോടതി കടുത്ത അതൃപ്തിയും ഒപ്പം തന്നെ ഞെട്ടിപ്പിക്കുന്ന തീരുമാനം അല്ലെങ്കിൽ ഞെട്ടിപ്പിക്കുന്ന നിലപാട് എന്ന് രേഖപ്പെടുത്തിയ ആ ഉത്തരവാണ്. അതാണ് വാസുവിലേക്ക് അന്വേഷണഗതികൾ തിരിച്ചുവിട്ടത്. കാരണം അന്ന് കോടതി ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഇമെയിലുമായി ബന്ധപ്പെട്ടുള്ള പരാമർശമാണ് നടത്തുന്നത്. അതിൽ കൃത്യമായി കോടതി പറയുന്നുണ്ട്, ദി പ്രസിഡന്റ് ഓഫ് ദി ബോർഡ് അപ്പോൺ റിസീവിംഗ് ദ സെഡ് കമ്മ്യൂണിക്കേഷൻ, അതായത് പോറ്റി അയക്കുന്ന ഇമെയിൽ, ഒരു കുട്ടിയുടെ കല്യാണത്തിന് വേണ്ടി കയ്യിലിരിക്കുന്ന സ്വർണ്ണം ഉപയോഗിച്ചോട്ടെ എന്നുള്ള അനുമതിക്ക് വേണ്ടിയുള്ള ഇമെയിൽ, ആ ഇമെയിലിനെ കുറിച്ചാണ് അപ്പോൺ റിസീവിംഗ് ദ സെഡ് കമ്മ്യൂണിക്കേഷൻ മിയർലി മെയ്ഡ് ആൻ എൻഡോഴ്സ്മെന്റ് കാളിംഗ് ഫോർ എ റിപ്പോർട്ട് ഫ്രോം ദി തിരുവാഭരണം കമ്മീഷണർ. ഷോക്കിംഗ്ലി നോ ഫർദർ സ്റ്റെപ്സ് വെയർ ടേക്കൺ ബൈ ദി ബോർഡ് ടു ഇനിഷിയേറ്റ് ക്രിമിനൽ proceedings against a said sponsor for unlawfully retaining gold belonging to the deity. അതായത് ഭഗവാന്റെ സ്വർണം അടിച്ചുകൊണ്ട് പോയ പോറ്റിക്കെതിരെ ഒരു നടപടിക്കും വാസു മുതിരുന്നില്ല. This court observed that the above revelation demonstrated the alarming extent of collusion between Devaswam officials and Mr. Unnikrishnan Potti, reflecting a complete betrayal of the sanctity of the temple property and the trust reposed in the institution by millions of devotees. അങ്ങനെ കോടിക്കണക്കിന് അയ്യപ്പ ഭക്തരുടെ വിശ്വാസം ലംഘിച്ചുകൊണ്ട് ആ പോറ്റിക്ക് വേണ്ടി ഒപ്പം നിന്ന ദേവസ്വം ഒഫീഷ്യൽസ് എന്നുള്ള പട്ടികയിലാണ് എൻ വാസുവിനെ അന്ന് കോടതി പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തറോ ഇൻവെസ്റ്റിഗേഷൻ വാസുവിൻ്റെ അടക്കം ഇൻവോൾവ്മെൻറ്റിൽ നടത്താനാണെന്ന് കോടതി SITയോട് നിർദ്ദേശിച്ചത്. അത് ആ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് കോടതി വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത്. അന്ന് തന്നെ വാസുവിനെ അറസ്റ്റ് ചെയ്യും എന്നുള്ള സൂചന SITയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ ആഴ്ച ആ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കൊടുക്കുന്നതിൻ്റെ തലേ ദിവസം SIT വാസുവിനെ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരുന്നു. പക്ഷേ എന്തോ അജ്ഞാത കാരണത്താൽ ആ നടപടി മരവിക്കുകയാണ് ചെയ്തത്. പക്ഷേ റിപ്പോർട്ട് ചെയ്ത് ഞാൻ ഓർക്കുന്നുണ്ട്, എൻ വാസുവിന്റെ പേര് പറയാനൊരു പേടി ഈ സംവിധാനത്തിൽ ആകെ നിഴലിച്ചിരുന്നു എന്ന്. തീർച്ചയായിട്ടും FIRൽ രേഖപ്പെടുത്തുമ്പോഴും എൻ വാസുവിൻ്റെ പേര് ഒഴിവാക്കി 2019 കമ്മീഷണർ, ദേവസ്വം ബോർഡ് കമ്മീഷണർ എന്ന് മാത്രമാണ് സൂചിപ്പിച്ചിരുന്നത്. അത് മാത്രമല്ല, പിന്നീട് കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിലും എൻ വാസുവിൻ്റെ പേര്, അതായത് സുധീഷ് കുമാറിൻ്റെ റിമാൻഡ് റിപ്പോർട്ട് സമർപ്പിക്കുമ്പോഴും എൻ വാസുവിൻ്റെ പങ്ക് കൃത്യമായി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും ആ പേര് അവർ ഒഴിവാക്കുകയായിരുന്നു. അപ്പോൾ എന്തോ ഒരു ശക്തി എൻ വാസുവിൻ്റെക്ക് അന്വേഷണം പോകുന്നതിനെ തടഞ്ഞിരുന്നു എന്ന് സംശയിക്കാവുന്ന രീതിയിലായിരുന്നു. പക്ഷേ കഴിഞ്ഞ തവണ കോടതിയുടെ ആ നിരീക്ഷണം, അതുമായി ബന്ധപ്പെട്ട് പുറത്തിറക്കിയ ഉത്തരവ് കണ്ടപ്പോഴേ നമുക്കറിയാമായിരുന്നു ഇത് ഇവിടെയെങ്ങും നിൽക്കുന്ന കേസല്ല. ആ കോടതി അത്ര കണ്ട് ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല, ഇതൊരു ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഈ പങ്കജ് ഭണ്ഡാരിയും ഒപ്പം ഈ ബെല്ലാരിയിലെ സ്വർണ്ണ വ്യാപാരിയും ചേർന്ന് നടത്തിയൊരു സ്വർണ്ണക്കൊള്ളയല്ല. അതിനും അപ്പുറം ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ അത് ആന്റിക് വാല്യൂ ഉപയോഗിച്ചുകൊണ്ട് കള്ളക്കടത്ത് നടത്തുന്ന സംഘങ്ങൾ വഴി കടത്തിയിരിക്കാമെന്നുള്ളൊരു നിരീക്ഷണത്തിലേക്ക് കോടതി എത്തുമ്പോൾ കൃത്യമായി SIT ഒരു ഇൻപുട്ട് കോടതിക്ക് നൽകിയിട്ടുണ്ടാകും. ഇത് അങ്ങനെ തന്നെയായിരുന്നു ഉള്ളത് എന്നുള്ളത്. ആ ഇൻപുട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം ഏറ്റവും ഒടുവിൽ കോടതി എഴുതിയ ഈ റിപ്പോർട്ടിൽ സുഭാഷ് കപൂർ എന്ന് പറയുന്ന കൊടും കൊള്ളക്കാരൻ്റെ ഒക്കെ പേര് രേഖപ്പെടുത്താനുള്ള കാരണം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു ഇന്റർനാഷണൽ കള്ളക്കടത്ത് സംഘത്തിന്റെ ഭാഗമായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ സ്വർണ്ണ ഉരുപ്പടികൾ എടുത്തുകൊണ്ടു പോകാനുള്ള ഒത്താശ ചെയ്ത പ്രതി എന്ന സ്ഥാനത്തേക്ക് എൻ വാസു വരികയാണ്. അതിന് എൻ വാസു ഉത്തരം പറയേണ്ടി വരും. ഇങ്ങനെ ഒരു വലിയ അന്താരാഷ്ട്ര കൊള്ളയ്ക്ക് വേണ്ടിയുള്ള ഒരു കളമൊരുക്കലാണോ താൻ പോറ്റിക്ക് വേണ്ടി ചെയ്തത് എന്ന് വാസുവിന് അറിയാമായിരുന്നു എന്ന് വാസുവിന് ഈ SITക്ക് മുൻപാകെ പറയേണ്ടി വരും. കഴിഞ്ഞ തവണ ചോദ്യം ചെയ്തപ്പോൾ വാസുവിൽ നിന്ന് കാര്യമായ പ്രതികരണങ്ങൾ ഉണ്ടായില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. പക്ഷേ സുധീഷ് കുമാർ അന്വേഷണ സംഘത്തിന്റെ മുൻപാകെ എത്തിയപ്പോൾ വാസു നൽകിയ മൊഴി പൊളിയുകയായിരുന്നു. ആ മൊഴിക്ക് കോൺട്രഡിക്ടറി ആയിട്ട് വരുന്ന മൊഴിയാണ് സുധീഷ് കുമാർ ചെയ്തത്. അന്നേ തീരുമാനിക്കുകയായിരുന്നു എൻ വാസുവിനെ അറസ്റ്റ് ചെയ്യാൻ എന്ന് SITയിൽ നിന്നുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് വാസുവിനെ അറസ്റ്റ് ചെയ്യും എന്ന് മാതൃഭൂമി ന്യൂസ് കൃത്യമായി വാർത്ത നൽകിയത്. പക്ഷേ ആ അറസ്റ്റ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് കോടതിയിൽ നൽകുന്നതിന്റെ തലേ ദിവസം ഉണ്ടാകും എന്നുള്ള സൂചനകൾ ഉണ്ടായിരുന്നെങ്കിലും ആ അറസ്റ്റിലേക്ക് എത്തിയില്ല. അപ്പോൾ അന്താരാഷ്ട്ര
കൊള്ള സംഘത്തിന്റെ ഒത്താശകനായിരുന്നു എൻ വാസു എന്നാണ് നമുക്കറിയാൻ കഴിയേണ്ടത്. ഇന്ന് കോടതിയിൽ സമർപ്പിക്കുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ അതിന്റെ സൂചനകളുണ്ടാകും. എന്താണ് എൻ വാസു ഈ കൃത്യവുമായി ബന്ധപ്പെട്ട് ചെയ്തിരിക്കുന്നത് എന്ന് കോടതിയിൽ SIT ബോധിപ്പിക്കും റിമാൻഡ് റിപ്പോർട്ട് വഴി. അപ്പോൾ അറിയാം വാസുവിന്റെ ഇതിലുള്ള പങ്കാളിത്തം എന്താണെന്ന്. അതിനി അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. ഒരു പക്ഷേ കോടതി അനന്തകൃഷ്ണനും പ്രശാന്ത് കൃഷ്ണയുമാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.